ഏകദേശം ഒരു 20 ദിവസം മുന്നേ ഞാൻ സാംസങ്ങിൻ്റെ A22 5G എന്ന് പറഞ്ഞ ഈ ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു റിവ്യൂ വീഡിയോ ചെയ്യും, അപ്പോൾ അതിലേക്ക് ചോദിക്കേണ്ട കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ 20 ദിവസമായിട്ട് ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും ആദ്യം തന്നെ ഈ ഫോൺ വരുന്നത് 2 വേരിയൻസിലാണ്. 6GB 128GB വേരിയൻറ്റ്, അത് 19,999 റുപ്പീസിനും, പിന്നെ നിങ്ങൾക്ക് 8GB 128 വേരിയൻറ്റ് വരുന്നുണ്ട്, അത് 21,999 റുപ്പീസിനുമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇത് കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഒരു ഇൻഫിനിറ്റി വി TFT LCD ഫുൾ HD പ്ലസ് ആയിട്ടുള്ള 6.6 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറ, പിന്നെ 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയും, പിന്നെ 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് ക്യാമറയുമാണുള്ളത്. ഫ്രണ്ടിൽ 8 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് 5000 mAh ബാറ്ററിയും അതേപോലെ 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ Dimensity 700 പ്രോസറാണ് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ടാഗ്ലൈൻ ഈ ഒരു ഫോൺ ഇറക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ട് അവർ പറഞ്ഞിരുന്ന ടാഗ്ലൈൻ എന്ന് പറയുന്നത് 11 5G ബാൻഡ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്, ഫ്യൂച്ചർ പ്രൂഫ് സ്മാർട്ട് ഫോണാണ്, 2 വർഷത്തെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നമുക്ക് തരുന്നുണ്ട്. ഇനി മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് മൗണ്ടഡ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് പവർ ബട്ടണിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ഫേസ് അൺലോക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, പിന്നെ നമുക്കൊരു 3.5mm ജാക്കും കിട്ടുന്നുണ്ട്. അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനകത്തേക്ക് മെമ്മറി കാർഡ് ഇടാനായിട്ട് പറ്റും 1 TB വരെ. സോ ഫസ്റ്റ് കാറ്റഗറി ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ കുറേ ആൾക്കാർ അന്നത്തെ വീഡിയോയിൽ കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായി സാംസങ്ങിൻ്റെ A സീരീസ് ഫോണാണല്ലോ എന്നിട്ടും AMOLED ഡിസ്പ്ലേ കൊടുത്തില്ല എന്നുള്ളത്. ശരിയാണ്, A സീരീസ് ഫോണാണ്, AMOLED ഡിസ്പ്ലേ ഇതിൽ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇത് ആക്ച്വലി അവർ പ്രൈമറി ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് 5G ബാൻഡുകളുടെ എണ്ണത്തിലാണ്. കാരണം ആ ഒരു 20,000 റുപ്പീസിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഇത്രയധികം 5G ബാൻഡുകൾ കിട്ടുന്ന വേറെ ഫോണുകളില്ല. അപ്പോൾ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ ഡിസ്പ്ലേയിൽ അവർ കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു TFT LCD ഡിസ്പ്ലേ ആണ്, IPS LCD ഡിസ്പ്ലേ അല്ല. അതുകൊണ്ട് ഡിസ്പ്ലേ വളരെ മോശമായിരിക്കും എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ആ കമൻറ്റുകളിൽ കാണുന്ന പോലെ അത്ര മോശമായിട്ടുള്ള ഡിസ്പ്ലേ അല്ല. ഇപ്പോൾ ഈ ഒരു ഉദാഹരണത്തിൽ ഈ ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും കളേഴ്സ് വളരെ പഞ്ചിയാണ്, ബ്രൈറ്റ്നസ്സും വളരെ നല്ലതാണ്, വ്യൂയിങ് ആംഗിൾസും നല്ലത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ TFT LCD ഡിസ്പ്ലേ ആണ്, അതുകൊണ്ട് മോശമാണ് എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് നേരിട്ട് കാഴ്ചയിൽ കാണുന്നുണ്ട്. നേരിട്ട് കാഴ്ചയിൽ കാണുമ്പോൾ എനിക്ക് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല. മേ ബി ഈ ഒരു പ്രൈസ് പോയിന്റിൽ AMOLED കൊടുത്താൽ നല്ലതായിരിക്കാം, എങ്കിലും അതിലവർ കോംപ്രമൈസ് വരുത്തിയിട്ടുണ്ട്. ഇനി ഡിസ്പ്ലേയിൽ എനിക്ക് തോന്നിയ ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് യൂട്യൂബിൽ വീഡിയോസ് പ്ലേ ചെയ്യുന്ന സമയത്ത് ഞാൻ 4K വീഡിയോസ് കാണുമ്പോൾ അത് 2160 പിക്സലിൽ കാണാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ 1440 പിക്സൽ വരെ മാത്രമേ പോകുന്നുണ്ടായുള്ളൂ, 2160 ഓപ്ഷൻ ഇതിൽ കിട്ടുന്നില്ല. ഇനി അതുപോലെ ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് 90 Hz ആണ്. അതുകൊണ്ട് ഡെയിലി ലൈഫിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇനി ബാറ്ററി സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ 60 Hz ഇടാം. പക്ഷേ പലപ്പോഴും 60 Hz നിന്നും 90ലേക്ക് ഇടുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്ത് നമുക്ക് എൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറിയും 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു ഡെപ്ത് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സൽസിൽ എടുക്കുന്ന ഫോട്ടോസ് ഏകദേശം ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 48 മെഗാ പിക്സൽ എന്ന് പറയുന്ന ഒരു പ്രത്യേക മോഡായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 48 മെഗാ പിക്സൽ മോഡിൽ ഇട്ടിട്ടല്ല എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ 2 പിക്ചേഴ്സും നമ്മളിപ്പോൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഔട്ട്ഡോർ കണ്ടീഷൻസിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഫോട്ടോസ് ഏകദേശം ഈ ഒരു രൂപത്തിലായിരിക്കും. അത് വലിയ മോശമൊന്നും പറയാനില്ല, വളരെ ക്രിസ്പായിട്ടുള്ള ഫോട്ടോസും ഡീറ്റെയിലിംഗും കൊള്ളാം. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഹൈലൈറ്റ്സ് കുറച്ച് ബ്ലോൺ ഔട്ടായിട്ട് തോന്നുന്നുണ്ട്. ഇനി അടുത്തത് അൾട്രാ വൈഡ് ക്യാമറയിലേക്ക് പോകും. അൾട്രാ വൈഡ് ക്യാമറ 5 മെഗാ പിക്സൽ മാത്രമേ ഉള്ളൂ. മെഗാ പിക്സൽസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിലും കുറവാണ്. ഇനി ഔട്ട്ഡോർ കണ്ടീഷനിൽ നല്ല ലൈറ്റിംഗ് കണ്ടീഷൻസിൽ കുഴപ്പമില്ലാതെ നമുക്ക് ഡീറ്റെയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും വളരെയധികം ലൈറ്റ് സബ്ജക്റ്റിൻ്റെ ബാക്കിൽ നിന്നും വരുവാണെങ്കിൽ കുറേയധികം ഓവർ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസും ബ്ലോൺ ഔട്ട് ആയിട്ടുള്ള ഏരിയാസും ചില ഫോട്ടോകളിൽ കാണാനായിട്ട് പറ്റും. സോ ബെറ്റർ ലൈറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഈ 2 ക്യാമറകളും നൈറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ലോ ലൈറ്റ് പെർഫോമൻസിലേക്ക് വരുമ്പോൾ 48 MP പ്രൈമറി ക്യാമറ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതേസമയം 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തില്ല എങ്കിൽ ചില ഡാർക്കർ ഏരിയസിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഗ്രെയിൻസ് കാണാനായിട്ട് പറ്റും. ഇനി 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ പോർട്രേറ്റ് ഫോട്ടോസിന് അത്യാവശ്യം അത് സഹായിക്കുന്നുണ്ട്. എഡ്ജ് ഡിറ്റക്ഷൻ നല്ലതാണ്. ചില സമയങ്ങളിൽ ബാക്ക്ഗ്രൗണ്ട് വളരെ നോയ്സി ആണ് എന്നുണ്ടെങ്കിൽ എഡ്ജ് ഡിറ്റക്ഷൻ ചിലപ്പോൾ പാളിപ്പോകാറുണ്ട്. എന്നാലും കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ ഹെയറും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി അടുത്തത് വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൈമറി ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് ഏകദേശം ഇത്തരത്തിലായിരിക്കും. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ
ഡീസൻ്റ് ആണ്. കളർ റിപ്രൊഡക്ഷനിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആകെ എനിക്ക് വീഡിയോയിൽ പ്രൈമറി ക്യാമറയിൽ തോന്നിയ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനായിട്ടുള്ളത്, ഇതിൽ നമുക്ക് വീഡിയോസ് HD 30fps ഫുൾ HD 30fps 2K 30fps എടുക്കാനായിട്ട് പറ്റും. പക്ഷേ 60fps ഒരു ഓപ്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പാൻ ചെയ്യുമ്പോൾ ചെറിയ ഒരു ചിറ്ററിങ് തോന്നും ആ ഒരു 30fps. അതുപോലെ തന്നെ ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞ കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നടന്നുകൊണ്ടൊക്കെ എടുക്കുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ജെർക്കിങ് വരുന്നതായിരിക്കും. അല്ലാതെ സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ച് എടുക്കുവാണെങ്കിൽ വീഡിയോസ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസിൻ്റെ ക്വാളിറ്റി മെയിൻ ക്യാമറയിൽ നിന്നും വളരെയധികം കുറവാണ്. അപ്പോൾ ഈ ഒരു 5 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറയ്ക്ക് വളരെ നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഫുട്ടേജുകൾ കിട്ടുകയുള്ളൂ. ഡാർക്കർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എടുക്കുമ്പോൾ ഗ്രെയിൻസ് ചെറുതായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഫ്രണ്ട് ക്യാമറയുടെ കാര്യം സംസാരിക്കാം. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറയാണ്. അപ്പോൾ 8 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറേയധികം പോരായ്മകളുണ്ട്. പ്രധാനമായിട്ടും ഔട്ട്ഡോർസിൽ സെൽഫീസ് എടുക്കുന്ന സമയത്ത് സെൽഫീസ് ബ്രൈറ്റ് ആണ്, കളറിൻ്റെ കാര്യത്തിൽ നിന്നും മോശം പറയാനില്ല. പക്ഷേ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫേസ് സ്മൂത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഫോട്ടോസിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബ്യൂട്ടി മോഡ് ഒന്നും ഇട്ടിട്ടില്ലെങ്കിൽ പോലും ഫേസ് സ്മൂത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്മൂത്ത്നെസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് സ്മൂത്തറായിട്ടുള്ള ഫേസൊക്കെ സ്മൂത്ത് ആക്കിയിട്ടുള്ള ഫോട്ടോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലോ ലൈറ്റിൽ നമ്മൾ സെൽഫീസ് എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗ്രെയിൻസും കാര്യങ്ങളും വരുന്നുണ്ട്. സോ സജസ്റ്റ് ചെയ്യുന്നത് അത്യാവശ്യം കുറച്ച് ലൈറ്റുള്ള അല്ലെങ്കിൽ ഔട്ട്ഡോർസ് സെൽഫീസ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോസും ഔട്ട്ഡോറിൽ നല്ലതാണ്. ഇപ്പോൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഔട്ട്ഡോറിൽ വ്ളോഗ് ചെയ്യാൻ കുഴപ്പമില്ല. ഇൻഡോർ കണ്ടീഷൻസിൽ വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഡീഗ്രഡേഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സാംസങ്ങിൻ്റെ A22 5Gൻ്റെ ഫ്രണ്ട് ക്യാമറയിലൂടെയാണ്. അപ്പോൾ വ്ളോഗിംഗ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഔട്ട്ഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ കിട്ടുന്നത്. ഇനി അതുപോലെ ഇതിനകത്ത് നൈറ്റ് മോഡ് ഉണ്ട്. അപ്പോൾ നൈറ്റ് മോഡിൽ ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. സോ വലിയ എക്സ്പെക്ടേഷനോട് കൂടിയൊന്നും നൈറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റില്ല. എന്നാലും നൈറ്റ് മോഡ് എന്നുള്ള കാര്യം ഇതിനകത്ത് ഫീച്ചറായിട്ട് കിട്ടുന്നുണ്ട്. ഇനി പെർഫോമൻസിൻ്റെയും ഗെയിമിങ്ങിൻ്റെയും കാര്യത്തിൽ വരുമ്പോൾ ഡേ ടു ഡേ പെർഫോമൻസ് സാധാരണയായി ഒരു ദിവസം ഉപയോഗിക്കുമ്പോൾ യാതൊരു ലാഗും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചു കുറേ നാൾ കഴിയുമ്പോൾ ലാഗ് വരുമെന്നൊക്കെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ടായി. ഇതുവരെയും എനിക്ക് അങ്ങനത്തെ ഒരു ലാഗ് ഫീൽ ചെയ്തില്ല. അപ്പോൾ 90 ഹെർട്സിൻ്റെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേയും കൂടെ ആയതുകൊണ്ട് നമ്മൾ നോർമൽ കാഷ്വൽ യൂസിൽ, അതായത് യൂട്യൂബ് കാണാം, ഫേസ്ബുക്ക് കാണാം, വാട്സപ്പ് കാണാം, അതേപോലെ നിങ്ങൾ ഇപ്പോൾ ഫോൺ വിളിക്കുക, മെസ്സേജസ് നോക്കുക, ടെലഗ്രാം യൂസ് ചെയ്യുക, മൂവീസ് കാണുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും പിന്നെ നോർമലായിട്ടുള്ള ഗെയിമിങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും അനുഭവപ്പെടില്ല. അതേപോലെ ഈ ഫോണിൽ PUBG കളിക്കാനായിട്ട് പറ്റുമോ, PUBG കളിച്ചാൽ ലാഗ് ഉണ്ടാവും, അതുപോലെ ഹീറ്റിംഗ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായി. അപ്പോൾ PUBG ഞാൻ FPS മീറ്ററോട് കൂടി കളിച്ചു നോക്കി. PUBG കളിക്കുമ്പോൾ നമുക്ക് 90 FPS കിട്ടുന്നുണ്ട്. അപ്പോൾ PUBG കളിക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്ത് അൾട്രയിലും അതേപോലെ ബാലൻസ്ഡ് അൾട്രയിലും ഇട്ട് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി HD നമുക്ക് ഹൈ വരെയും ഇടാനായിട്ട് പറ്റുന്നുള്ളൂ. HD അൾട്ര എന്ന് പറഞ്ഞ ഓപ്ഷനും അതിൻ്റെ മുകളിലുള്ള ഓപ്ഷൻസ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഫ്രെയിം റേറ്റ് ഡ്രോപ്പ് ആവുന്നില്ല, 90 FPS തന്നെയാണ്. പിന്നെ ഗെയിം പ്ലേയും സ്മൂത്ത് തന്നെയാണ്. BGMI ഞാൻ ഏകദേശം അരമണിക്കൂറോളം കളിച്ചു നോക്കി. കാര്യമായിട്ട് ഒരു ഹീറ്റിംഗ് ഇഷ്യൂ എന്ന് പറയാനായിട്ടുള്ള, എല്ലാ ഫോണുകളും വാം ആവുന്ന പോലെ ഇതിൽ ഈ ഒരു സൈഡിൽ പ്രോസർ ഇരിക്കുന്ന ഈ ഒരു സെക്ഷനിൽ മാത്രം ചെറിയ രീതിയിലൊന്ന് നമ്മൾ സൂക്ഷിച്ച് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചൂട് കാണുമെന്നല്ലാതെ വലിയ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ നമ്മൾക്കിതിൽ അനുഭവപ്പെട്ടില്ല. എന്നാൽ പോലും ഒരു ഹാർഡ് കോർ ഗെയിമർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഗെയിമിംഗ് ഫോണായിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് അത്ര ഒരു ഫീല് വരില്ലായിരിക്കാം. അല്ലാതെ നിങ്ങൾക്ക് കാഷ്വൽ ആയിട്ട് ഗെയിം കളിക്കണം, PUBG കളിക്കണം, നിങ്ങൾക്ക് യാതൊരു ലാഗും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാതെ നിങ്ങൾക്ക് ഇതിൽ കളിക്കാൻ പറ്റും. ഇനി സെക്യൂരിറ്റി വൈസ് നിങ്ങൾക്ക് ഇതിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസിങ്ങും അതേപോലെ ഫേസ് അൺലോക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസിങ് നിങ്ങൾക്കിത് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ഞാൻ വിരൽ വെക്കുവാണ്, അപ്പോൾ തന്നെ ഓൺ ആവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതേപോലെ ഫേസ് അൺലോക്കിൻ്റെ കാര്യവും ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്താൽ ഇത് വേക്കാവും, കണ്ടില്ലേ? സോ ഫേസ് അൺലോക്കും എനിക്ക് വലിയ ലാഗായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ അത്യാവശ്യം വെളിച്ചം വേണം എന്ന് മാത്രം. ഇനി നോക്സ് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ ഫേസ് ഡേറ്റ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് ഡേറ്റ ഒക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് താഴെയായിട്ട് നിങ്ങൾക്ക് സെക്യൂർഡ് ബൈ നോക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യം എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ സെക്യൂർ ഫോൾഡർ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇതിൽ കണ്ടില്ല. ഇനി അടുത്ത മൈക്രോഫോണിൻ്റെ ക്ലാരിറ്റിയും അതേപോലെ സ്പീക്കറിൻ്റെ ലൗഡ്നെസ്സും നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ റെക്കോർഡായിട്ട് ഇത് തന്നെ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് മുഴുവൻ റെക്കോർഡായിട്ടുള്ളത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുവാണ്, സേവ് ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്യാം ഫുൾ വോളിയത്തിൽ. ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിനകത്തേക്ക് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ റെക്കോർഡായിട്ട് ഇത് തന്നെ ഞാനൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ ഇത് മുഴുവൻ റെക്കോർഡ് ആയിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഈ ഒരു ക്ലാരിറ്റിയാണ് മൈക്രോഫോൺ ഉള്ളത്, ഈ ഒരു ലൗഡ്നെസ് ആണ് നമുക്ക് ഈ സ്പീക്കറിലും കിട്ടുന്നത്. സോ സ്പീക്കേഴ്സ് ആഡിക്വേറ്റ്ലി ലൗഡാണ്. ഒരേ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്പീക്കർ ഈ സൈഡിലായതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ച് വീഡിയോസ് കാണാം, നമ്മൾ തിരിച്ച് വെച്ചാണ് കാണുന്നതെങ്കിൽ പാം ഇതിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓഡിയോ ഒക്കെ ഇങ്ങനെ അടഞ്ഞു പോകുന്നതായിട്ട് തോന്നുന്നു, സ്റ്റീരിയോ സ്പീക്കേഴ്സ് അല്ലാത്തതുകൊണ്ട്. ഇനി ചാർജ് എത്ര നേരം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 5000 mAh ബാറ്ററിയാണ്. സുഖമായിട്ട് നിങ്ങൾ ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കുകയാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 20% ബാക്കി ഉണ്ടാവും, ഒരു മോഡറേറ്റ് യൂസ് ആണെങ്കിൽ. അല്ല നിങ്ങൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂസ് ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് 1 day കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചാർജ് ചെയ്യാൻ എടുക്കുന്ന സമയം കൃത്യമായിട്ട് ഞാൻ നോക്കി. അപ്പോൾ ഇത് 0 നിന്നും 93 വരെ പോകാനായിട്ട് 2 മണിക്കൂറാണ് എടുക്കുന്നത്. ഇനി 93 ശേഷം 100ലേക്ക് വരാനായിട്ട് ചിലപ്പോൾ 15 മിനിറ്റ് എടുക്കും, ചിലപ്പോൾ 20 മിനിറ്റ് എടുക്കും. അത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം ഇതിന് കൂടെ കൊടുത്തിരിക്കുന്ന അഡാപ്റ്റീവ് ചാർജറാണ്. അപ്പോൾ 15 വാട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരു 2 മണിക്കൂറോളമാണ് ഇത് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ബിൽഡിൻ്റെയും ഡിസൈനിൻ്റെയും കംഫർട്ടിൻ്റെ കാര്യമൊക്കെ നമ്മൾ അൺബോക്സിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. സോ വീണ്ടും ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏറ്റവും അവസാനം വാല്യൂ ഫോർ മണി ഫോൺ ആണോ എന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഫോണുകൾ, ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള ഓൺലൈൻ ഫോണുകൾ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കുറേയധികം കാര്യങ്ങൾ ഇതിൽ മിസ്സാവുന്നുണ്ട്. പ്രത്യേകിച്ചും AMOLED ഡിസ്പ്ലേ കിട്ടുന്നില്ല, പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമ്മൾക്കിതിലില്ല, അതുപോലെ ഫ്രണ്ട് ക്യാമറ 8 MP മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് പഴയ ഡിസൈൻ പോലെ, അതായത് ഈ ഒരു ഇൻഫിനിറ്റി വി ഇപ്പം എല്ലാം ഹോൾ പഞ്ചായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് പഴയ ഡിസൈനായിട്ട് കുറച്ച് ആൾക്കാർക്ക് തോന്നാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈൻ ഫോണായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റിൽ നിങ്ങൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഓഫ്ലൈൻ മാർക്കറ്റിൽ മറ്റ് ഫോണുകളെല്ലാം തന്നെ ഇതേ പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് വിറ്റ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ മാർക്കറ്റിൽ എനിക്കിത് അത്ര എന്താ പറയുക ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയില്ല. ഓൺലൈൻ മാർക്കറ്റിൽ വെച്ച് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ തോന്നിയേക്കാം. അപ്പോൾ ഫൈനലി ഇത് ആർക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫോൺ തന്നെ വേണം. എനിക്ക് ഫോൺ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഡിസൈൻ വൈസ് പക്കയാണ്, വളരെ നന്നായിട്ട് ഇരിക്കുന്ന, കാഴ്ചയിൽ വളരെ നല്ല ഒരു ഫോൺ തന്നെയാണ്. ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്, ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോണാണ്. പിന്നെ ഡെയിലി കാര്യങ്ങളെല്ലാം നടന്നു പോകും. പിന്നെ ഞാനൊരു ഹാർഡ് കോർ ഗെയിമർ അല്ല, എന്നാലും അത്യാവശ്യം ഗെയിം കളിക്കും. പ്രധാനമായിട്ടും ഞാൻ ഇനി അടുത്ത 3 വർഷത്തേക്ക് ഫോണേ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടണം, എന്നാൽ 5G ഉണ്ടാവണം, അതും ഏറ്റവും കൂടുതൽ ബാൻഡുള്ള 5G ഉണ്ടാവണം. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതായിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇതാണ് A22 5Gയുടെ എൻ്റെ യൂസിന് ശേഷമുള്ള എക്സ്പീരിയൻസും ഒരു റിവ്യൂവും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.